അർജുന വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്രാവശ്യം നമ്മൾ തിരിച്ച് പ്രാങ്ക് കൊടുക്കാൻ പോവാണ് ഗൈസ്. വെരി ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് അർജുന ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡിലാണ് നമ്മൾ പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത്. എന്തായിരിക്കും അർജുനന്റെ റിയാക്ഷൻ എന്ന് നോക്കാം. ഏതായാലും ആനിയന്റെ സമയം കൊള്ളാം. എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം ഗൈസ്. ഇതാണ് നമ്മൾ ഇടാൻ പോണത്. വിദേശത്തൊക്കെ ഈ രീതി ഫോളോ ചെയ്ത് വളരെയധികം വിജയിച്ചിട്ടുണ്ട്. കുറച്ച് പാറ്റയുടെയും കൂടെ കുറവുണ്ട്. നമുക്കിത് ഇവിടെ ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? Oh no! എന്താണ് മിസ്റ്റർ പ്ലേറ്റ് കിടക്കുന്നത്? തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഇല്ല, ആളേനെ അഭിനയിച്ച് അരി വാങ്ങിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയും. ചോറിലെങ്ങാനും പെട്ടതായിരിക്കും അല്ലേ? എടാ സോറിടാ, ഞാനേ ശ്രദ്ധിച്ചില്ല. നാളെ നിങ്ങൾ കിടക്കുന്നത് പാമ്പിനെ വരെയിടൂല്ലോ മിസ്റ്റർ. ഞാൻ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനം കിടക്കുന്നത്. ഞാൻ ഇവിടെ ചോറ് വിളമ്പിയപ്പോ കണ്ടില്ലേ? ഇല്ല, വേഷം കെട്ടെടുത്താണല്ലോ അടിച്ചതിന്റെ. അയ്യോ കാലില്ലട്ടോ. എന്നാ കാല് തിന്നിട്ടുണ്ടോ? വെരി ഫണ്ണി. സ്റ്റാച്ചു ആണല്ലോ. എന്താ എനിക്കെന്തോ അയാളുടെ അഭിനയൊന്നും തീരെ ഇഷ്ടമല്ല. സാർ, സത്യമായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇത് ഡേ മൈ ലൈഫ് അല്ലായിരുന്നടാ, ഇത് പ്രാങ്ക് വീഡിയോ. ഞാൻ അസലായി അഭിനയിച്ചു അല്ലേ ബാലു? നീയാണ് വെറും തല്ലിപ്പൊളിയായി പോയത്. ഒറ്റകള് കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട്.